ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് 10th പ്രിലിംസിൻ്റെ റിവിഷൻ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഭരണഘടനയിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരണത്തിന് മുന്നേ നടന്ന, അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരണത്തിലേക്കുള്ള നാൾവഴികളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം, അതുപോലെ ക്യാബിനറ്റ് മിഷൻ, അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ക്യാബിനറ്റ് മിഷനുമായി ബന്ധപ്പെട്ടവയിൽ ശരിയായത് ഏതെല്ലാം? നമ്മൾ ഉത്തരം വായിക്കുമ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം മാത്രമേ വായിക്കുന്നുള്ളൂ കേട്ടോ. ഉത്തരം 1, 2, 3, 4 എന്നിവ ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ക്യാബിനറ്റ് മിഷൻ കറാച്ചിയിലെത്തിയത് 1946 മാർച്ച് 23-നാണ്. കറാച്ചിയിലെത്തിയത് 1946 മാർച്ച് 23-നാണ്. ക്യാബിനറ്റ് മിഷൻ ഡൽഹിയിലെത്തിയത് പിറ്റേ ദിവസമാണ്, 1946 മാർച്ച് 24-നാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിയത് 1946 ജൂൺ 29-നാണ്. ഇനി ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1946 മെയ് 16-നാണ്. 2. ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച ശുപാർശകളിൽ ശരിയായവ ഏതെല്ലാം? ഇതിലേതൊക്കെയാണ് ശരി? ഇതിലെല്ലാം ശരിയാണ്. ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക, ഇന്ത്യൻ നേതാക്കളെ ഉൾപ്പെടുത്തി ഇന്ത്യക്ക് ഒരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക, ഇന്ത്യയിൽ ഒരു ഫെഡറൽ ഗവൺമെൻറ് രൂപീകരിക്കുക. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 3. വേവൽ പ്ലാനിലെ നിർദ്ദേശങ്ങളിൽ പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ചു നോക്കാം. ഗവർണർ ജനറലും മുഖ്യ സൈന്യാധിപനും ഒഴികെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ എല്ലാ അംഗങ്ങളും ഇന്ത്യക്കാരായിരിക്കും. പ്രതിരോധം ഒഴികെയുള്ള എല്ലാ വകുപ്പുകളുടെയും ഭരണസ്വാതന്ത്ര്യം ഇടക്കാല സർക്കാരിന് നൽകും. ഹിന്ദു മുസ്ലിം തുല്യ പ്രാധാന്യമുള്ള ഒരു ഇടക്കാല സർക്കാരിനെ തിരഞ്ഞെടുക്കും. ഇതൊക്കെ വേവൽ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ്. 4. താഴെ തന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഇതിൽ തന്നിരിക്കുന്നതിൽ തെറ്റ് ഓപ്ഷൻ ബി ആണ്. മൗണ്ട് ബാറ്റൺ പദ്ധതി എപ്പോഴാണ്? 1946 അല്ല, 47 ജൂൺ 3 ആണ്. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വർഷം 1945 ജൂൺ 14. ക്യാബിനറ്റ് മിഷൻ ഡൽഹിയിലെത്തിയ വർഷം 1946 മാർച്ച് 24. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1942 മാർച്ച് 22. 5. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന പരിശോധിച്ച് തെറ്റായവ തിരഞ്ഞെടുക്കുക. ഇതിൽ തെറ്റ് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ശരിയായ പ്രസ്താവന നോക്കാം. വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെടുന്നത് സിംല കോൺഫറൻസ് എന്നാണ്. എന്താണ് സിംല കോൺഫറൻസ്? വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗമാണ് സിംല കോൺഫറൻസ്. 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്താണ് ക്രിപ്സ് മിഷൻ നിയോഗിക്കപ്പെടുന്നത്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസൻ ചർച്ചിൽ. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? വിൻസൻ ചർച്ചിലാണ്. 6. ക്രിപ്സ് മിഷനുമായി ബന്ധം ഇല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇപ്പോൾ ബന്ധമുള്ള പ്രസ്താവനകൾ നോക്കാം. കോൺഗ്രസും മുസ്ലിം ലീഗും മിഷനെ എതിർത്തു. ചെയർമാൻ സ്റ്റഫോർഡ് ക്രിപ്സ് ആണ്. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആണ് സ്റ്റഫോർഡ് ക്രിപ്സ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് വിൻസൻ ചർച്ചിലാണ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? വിൻസൻ ചർച്ചിലാണ്. 7. ഓഗസ്റ്റ് ഓഫറുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ബന്ധമില്ലാത്തത്. അപ്പോൾ ബന്ധമുള്ള കാര്യങ്ങൾ നോക്കാം. ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകാൻ തീരുമാനിച്ചു. ഓഗസ്റ്റ് ഓഫർ പ്രകാരം ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകാൻ തീരുമാനിച്ചു. പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ സ്വാതന്ത്ര്യം നൽകി. ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ചു.
എന്തൊക്കെയാണ്? ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു, പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി, ഇന്ത്യക്കൊരു പുത്രികാ രാജ്യ പദവി നൽകാൻ തീരുമാനിച്ചു. 8. ഓഗസ്റ്റ് ഓഫറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. അത് വായിച്ചു നോക്കാം. ലിൻലിത്ഗോ ആണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത്. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ആരാണ്? ലിൻലിത്ഗോ പ്രഭുവാണ്. 1940 ഓഗസ്റ്റ് 8-നാണ് പ്രഖ്യാപിക്കുന്നത്. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ്? 1940 ഓഗസ്റ്റ് 8-നാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും ഓഗസ്റ്റ് ഓഫറിനെ അനുകൂലിച്ചിട്ടില്ല, പ്രതികൂലിക്കുകയാണ് ചെയ്തത്. 9. ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. 1 തെറ്റും 2 ശരിയുമാണ്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ശക്തമായ ബ്രേക്കുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രമെന്ന് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഗാന്ധിജിയും തന്നിരിക്കുന്ന തെറ്റാണ്, വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 10. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയിൽ ഫെഡറൽ കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1937 ഒക്ടോബർ 1-നാണ് ഡൽഹി ഫെഡറൽ കോടതി സ്ഥാപിക്കപ്പെടുന്നത്. ഫെഡറൽ കോടതിയാണ് 1950 ജനുവരി 28 മുതൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ആയത്. അപ്പോൾ ഫെഡറൽ കോടതിയാണ് 1950 ജനുവരി 28 മുതൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ആയത്. 11. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രത്യേകതകളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പോൾ പ്രത്യേകത ഏതൊക്കെയാണ്? അധസ്ഥിത വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക ഇലക്ട്രൽ കോളേജുകൾ രൂപീകരിക്കാൻ കാരണമായ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. പ്രവശ്യകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന സംവിധാനം നിലവിൽ വന്നു. ഭരണസിരാ കേന്ദ്രത്തിൽ ദ്വിഭരണം ആരംഭിക്കാൻ വ്യവസ്ഥ ചെയ്ത നിയമമാണ്. 12. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം എ ആണ്. 2ഉം 3ഉം ശരി എന്നുള്ളതാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസ്സാക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് വില്ലിംഗ്ടൺ പ്രഭുവാണ്. പാസ്സാക്കുമ്പോൾ വൈസ്രോയി വില്ലിംഗ്ടൺ പ്രഭുവാണ്. ഈ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയാണ് ലിൻലിത്ഗോ പ്രഭു. പാസ്സാക്കുമ്പോൾ ആരാണ്? വില്ലിംഗ്ടൺ പ്രഭുവാണ്. പ്രാബല്യത്തിൽ വരുമ്പോൾ ലിൻലിത്ഗോ പ്രഭുവാണ്. 13. തന്നിരിക്കുന്ന പ്രസ്താവന പരിശോധിച്ച് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. പ്രവശ്യാവശ്യങ്ങളെ ട്രാൻസ്ഫേർഡ്, റിസർവ്ഡ് എന്നിങ്ങനെ രണ്ടായി തിരിച്ച നിയമം. ദ്വിഭരണം എന്ന പരിഷ്കാരം കൊണ്ടുവന്ന നിയമം. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ നിയമം. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലുള്ള 6 അംഗങ്ങളിൽ കമാൻഡർ ഇൻ ചീഫ് ഒഴികെ 3 പേരെങ്കിലും ഇന്ത്യക്കാരായിരിക്കണമെന്ന് പറയുന്ന നിയമം. ഇത് ഏത് നിയമത്തിനെ പറ്റിയാണ് പറയുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്തൊക്കെയാണ് പറയുന്നത്? ദ്വിഭരണം എന്ന പരിഷ്കാരം കൊണ്ടുവന്ന നിയമമാണ്. പ്രവശ്യ ആവശ്യങ്ങളെ ട്രാൻസ്ഫേർഡ്, റിസർവ്ഡ് എന്നിങ്ങനെ തിരിച്ചു. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകി. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ 6 അംഗങ്ങളിൽ കമാൻഡർ ഇൻ ചീഫ് ഒഴികെ 3 പേരെങ്കിലും ഇന്ത്യക്കാരായിരിക്കണമെന്ന് പറയുന്ന നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. 14. ഏത് നിയമമാണെന്ന് കണ്ടെത്താനാണ് 1926 സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമം. സെൻട്രൽ ബജറ്റിൽ നിന്നും പ്രൊവിൻഷ്യൽ ബജറ്റിനെ വേർതിരിച്ച നിയമം. മുകളിൽ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. 1926 സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമം ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. സെൻട്രൽ ബജറ്റിൽ നിന്നും പ്രൊവിൻഷ്യൽ ബജറ്റിനെ വേർതിരിച്ച നിയമവും 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 15. താഴെ തന്നിരിക്കുന്നതിൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണെന്നാണ് ചോദ്യം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നറിയപ്പെടുന്നു എന്നുള്ളതാണ് ശരി. അപ്പോൾ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നറിയപ്പെടുന്നത്. 16.
ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ നോക്കാം. കൗൺസിലിലേക്ക് നിയമിതനായ ഇന്ത്യക്കാരനാണ് SP സിൻഹ. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നു. മുസ്ലിം വിഭാഗങ്ങൾക്ക് സാമുദായിക പ്രാതിനിധ്യം നൽകുന്ന സമ്പ്രദായം കൊണ്ടുവന്ന നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. 17. താഴെ തന്ന ക്രൗൺ നിയമത്തിൽ ഉൾപ്പെട്ട പ്രധാന നിയമങ്ങളും വർഷങ്ങളിലും ശരിയല്ലാത്തത് ഏതെല്ലാമാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. 18. 1833 ചാർട്ടർ ആക്ടുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ നോക്കാം. 1833 ചാർട്ടർ ആക്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ബംഗാൾ ഗവർണർ ജനറലിന് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി നൽകിയ നിയമമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി നിയമ കമ്മീഷൻ രൂപീകൃതമാകാൻ കാരണമായ നിയമമാണ്. സെൻറ്റ് ഹെലേന ആക്ട് എന്നറിയപ്പെടുന്ന നിയമമാണ് 1833 ചാർട്ടർ ആക്ട്. 19. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് എന്നാണ്? 1940 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിക്കുന്നത്. 20. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? ലിൻലിത്ഗോയാണ്. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആണ് ലിൻലിത്ഗോ. 21. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന വർഷം ഏതാണ്? 1946. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന വർഷം 1946. 22. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് ആരാണ്? BN റാവു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവാണ് BN റാവു. 23. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് എപ്പോഴാണ്? 1947 ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. 24. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് എപ്പോഴാണ്? 1950 ജനുവരി 24 1950 ജനുവരി 24 ദേശീയ ഗാനം അംഗീകരിക്കപ്പെടുന്നത്. 25. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് എപ്പോഴാണ്? 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിക്കുന്നത്. 26. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് എപ്പോഴാണ്? 1950 ജനുവരി 26 ദേശീയ മുദ്ര അംഗീകരിക്കപ്പെടുന്നത്. 27. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് എപ്പോഴാണ്? 1957 മാർച്ച് 22 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ കലണ്ടറിനെ അംഗീകരിക്കുന്നത്. 28. ഭരണഘടനാ നിർമ്മാണ സഭയിൽ BR അംബേദ്കർ തൻ്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയെയാണ് യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്. 29. സ്വാതന്ത്ര്യത്തിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് എപ്പോഴാണ്? 1947 നവംബർ 17 1947 നവംബർ 17. 30. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡന്റാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 31. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്പീക്കർ ആരാണ്? GV മാവ്ലങ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്പീക്കറാണ് GV മാവ്ലങ്കർ. 32. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരായിരുന്നു?
HVR അയ്യങ്കാർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറിയാണ് HVR അയ്യങ്കാർ. 33. ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം എത്രയാണ്? 2 വർഷം 11 മാസം 17 ദിവസമാണ്. 2 വർഷം 11 മാസം 17 ദിവസം. 34. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എപ്പോഴാണ്? 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത്. 35. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് എപ്പോഴാണ്? 1950 ജനുവരി 24 ഒപ്പുവെക്കുന്നത്. 36. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് എപ്പോഴാണ്? 1946 ഡിസംബർ 9 ആദ്യ യോഗം ചേരുന്നത്. 37. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് എപ്പോഴാണ്? 1946 ഡിസംബർ 6 രൂപീകൃതമാവുന്നത്. 38. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 207 207 പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 39. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സഭയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വിൻസൻ ചർച്ചിലാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞത് ആരാണ്? വിൻസൻ ചർച്ചിലാണ്. 40. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 41. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? JB കൃപലാനിയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. 42. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എത്രയാണ്? 9. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9. 43. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 44. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ആരായിരുന്നു ഉപാധ്യക്ഷൻ? HC മുഖർജിയാണ് ഉപാധ്യക്ഷൻ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായിരുന്നു HC മുഖർജി. 45. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എപ്പോഴാണ്? 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം അംഗീകരിക്കപ്പെടുന്നത്. 46. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങൾ എത്രയാണ്? 389. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്നത് 389 പേരാണ്. 47. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളി വനിതകൾ എത്ര പേരായിരുന്നു? 3 പേരാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളി വനിതകൾ 3 പേരാണ്. 48. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡന്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ്? 1946 ഡിസംബർ 11 അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത്. 49. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 17. 17 വനിതകളാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത്. 50. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയ പ്രഖ്യാപനം അവതരിപ്പിച്ചത് എപ്പോഴാണ്? 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കപ്പെടുന്നത്. 51. ഭരണഘടനാ നിയമനിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയായത് എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 15 ഭരണഘടനാ നിയമനിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയായത് 1947 ഓഗസ്റ്റ് 15
52 ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളി അംഗങ്ങൾ എത്ര പേരായിരുന്നു? എത്ര പേരാണ്? 17 പേരാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ 17 പേരാണ്. 53 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ എത്രയാണ്? 7 പേരാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആകെ 7 പേരാണ് ഉണ്ടായിരുന്നത്. 54 ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയായ ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പട്ടാഭി സീതാരാമയ്യയാണ്. ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാനാണ് പട്ടാഭി സീതാരാമയ്യ. 55 ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയായ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാനാണ് രാജേന്ദ്ര പ്രസാദ്. 56 ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയായ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? KM മുൻഷിയാണ്. 57 ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയായ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 58 ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ പ്രധാന കമ്മിറ്റിയായ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? നെഹ്റു ആണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാനാണ് നെഹ്റു. 59 ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. 60 ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മൈനോരിറ്റി സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? HC മുഖർജിയാണ്. മൈനോരിറ്റി സബ് കമ്മിറ്റിയുടെ ചെയർമാനാണ് HC മുഖർജി. 61 ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയായ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാൻ. 62 ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മൗലികാവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? JB കൃപലാനിയാണ്. മൗലികാവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാനാണ് JB കൃപലാനി. 63 ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയായ മൗലികാവകാശ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശ കമ്മിറ്റിയുടെ ചെയർമാനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. 64 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നസറുദ്ദീൻ അഹമ്മദാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസറുദ്ദീൻ അഹമ്മദാണ്. 65 ഭരണഘടനയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് ആദ്യമായി അംബേദ്കർ സഭയിൽ അവതരിപ്പിച്ചത് എപ്പോഴാണ്? നവംബർ 4 1948 നവംബർ 4 1948. 66 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ എത്രയാണ്? 7 പേരാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ 7 പേരാണ്. 67 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. 68 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിക്കുന്നത്. 69 22 കമ്മിറ്റികൾ അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റി ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനായിരുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് 22 കമ്മിറ്റികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി. അപ്പോൾ അതായിരുന്നു നമ്മുടെ അവസാനത്തെ ചോദ്യം. ഇതിൽ 69 ചോദ്യങ്ങളേ ഉള്ളൂ. എല്ലാ ചോദ്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. താങ്ക് യു.